കണ്ണൂരിൽ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് മോഷണം. ചാലാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. അജീഷ് ജയകുമാറുണ്ട് കണ്ണൂരിൽ നിന്നും. അജീഷ്, ഈ മോഷ്ടാവ് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ മോഷണം നടന്നത്. ചാലാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് മോഷണം. ഏതാണ്ട് 20,000 രൂപയോളം നഷ്ടമായെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പോലീസിന് നൽകിയ പരാതി. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ ഗേറ്റ് വഴിയാണ് ഈ മോഷ്ടാവ് അകത്ത് കടന്നത്. ഇയാളുടെ കയ്യിൽ ഒരു പിക്കാസം ഉണ്ടായിരുന്നു. അകത്ത് കയറിയ മോഷ്ടാവ് ക്ഷേത്രത്തിനെ അകത്തെ ഈ മേശവലിപ്പ് തുറന്നാണ് പണം കൈക്കലാക്കിയത്. കൂടാതെ പുറകിൽ വശത്തുള്ളയും ഭണ്ഡാരവും കുത്തിപ്പൊളിച്ച നിലയിലാണുള്ളത്. ഈ സമയത്താണ് ക്ഷേത്ര ജീവനക്കാരനെ ഇതിനകത്ത് പൂട്ടിയിട്ടത്. ഈ പുറകുവശത്തെ ഭണ്ഡാരം പൊളിക്കുന്ന സമയം ക്ഷേത്ര ജീവനക്കാരൻ ഈ പൂട്ട് പൊളിച്ച് ഈ മോഷ്ടാവിന് നേർക്ക് അടുക്കുകയായിരുന്നു. ഇവർ തമ്മിൽ ഒരു സംഘട്ടനവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിനകത്ത് വെച്ചായിരുന്നു ഈ സംഘട്ടനം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ക്ഷേത്ര ജീവനക്കാരനെ പിടിച്ചു തള്ളിയ ശേഷമാണ് ഈ മോഷ്ടാവ് പിറകുവശത്തെ മതില് ചാടിക്കടന്ന് ഓടി രക്ഷപ്പെട്ടത്. തന്നെ പിക്കാസ് ഉപയോഗിച്ച് കൊല്ലാൻ വന്നു എന്നാണ് ക്ഷേത്ര ജീവനക്കാരൻ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ മോഷ്ടാവ് ഉപേക്ഷിച്ചു പോയ 2 ടോർച്ചുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി മടങ്ങുകയും ചെയ്തു. ACP അടക്കമുള്ള ഉദ്യോഗസ്ഥരവിടെത്തി പരിശോധന നടത്തിയിരുന്നു. എന്തായാലും മോഷ്ടാവിന് വേണ്ടി CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. ശരി, കണ്ണൂർ ചാലാടാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ജീവനക്കാരനെ പൂട്ടിയിട്ട് മോഷണം നടന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.